എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പനിയൊക്കെ ഒരുവിധം കുറഞ്ഞു, കുഴപ്പമില്ല. കുറേ പേര് അന്വേഷിച്ചു. അതെ, സുഖവിവരം അന്വേഷിച്ചു. കുറഞ്ഞു കിട്ടോ പനിയല്ല. എൻ്റെ ഇതൊരു പുളിങ്കറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി പുളിങ്കറിയാണ്, നല്ല ടേസ്റ്റ് ഉള്ളത്. ഇതെങ്ങനെ വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം കേട്ടോ. ഇഷ്ടപ്പെട്ട പെൻസിൽ ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുകയാണ്, അങ്ങനെ പുക വേണ്ട. പുക തീ കത്തുന്നുണ്ടെങ്കിലും കാറ്റ് പുക വരും. ചെറുതാക്കണ്ട ഒരുപാട്. വെട്ടിക്കൂട്ടിട്ടോ. ഒരു കഷ്ണം ചേന, മത്തൻ, ഒരു കായ എല്ലാം കൂടിയിട്ട്. കൈ വല്ലതും തോന്നുന്നുണ്ടോ അച്ഛാ? കൈ വല്ലതും അല്ല, പരിപ്പരിപ്പോ തരിതരിപ്പോ എന്തെങ്കിലും? അല്ല, ചേനയാണല്ലോ കൈ. എല്ലാ കഷ്ണം കൂടാട്ടാ. കുമ്പളങ്ങ, മത്തങ്ങ, ചേന എല്ലാം. എല്ലാം വെണ്ടയ്ക്ക, വഴുതങ്ങ, 2 കഷ്ണം കൊണ്ടും കൂടാ. ഉരുളക്കിഴങ്ങ് വലിയ വലിയ കഷ്ണമാക്കിയിട്ട് നോക്കണം. ബിജോട്ടൻ ഫ്രിഡ്ജിൽ വെച്ച കാരണം ഭയങ്കര തണുത്ത് പോത്തെ. ചെറുത് മതി കേട്ടോ. നമുക്ക് പുളിങ്കറി വെക്കാം. അതിന് 2 പിടി പരിപ്പ് ഇട്ടാ, തോരപ്പരിപ്പ്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. രണ്ട് വിസിൽ വെച്ചു. നമ്മുടെ പരിപ്പ് എന്താ നോക്കാം. നന്നായി വെന്തു കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. കറി വെക്കാട്ടാ. ചെറിയ കഷ്ണം മത്തൻ, ഒരു ചെറിയ കഷ്ണം ചേന, ഒരു കായ്, പച്ചക്കായ് കൂടി ഇടുക. 2 പച്ചമുളക്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് വേഗട്ടെ, എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക. വേഗട്ടെ. എൻ്റെ കഷ്ണം എന്താ നോക്കുക. ഓ, കഷ്ണം വെന്തു കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുക. അത് കല്ലുപ്പാണ്. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലെ വാളംപുളി പൊഴിഞ്ഞതാണ്. പുളിങ്കറിയല്ല, അപ്പോൾ പുളി വേണം. നെല്ലിക്ക, നാരങ്ങ അതിലെങ്കിലും ഒന്ന് ഉറപ്പിക്കേ. നെല്ലിക്ക പുളി ഒഴിച്ചിട്ട് നന്നായി തിളക്കട്ടെ. ഇനി നമ്മുടെ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് കറിവേപ്പില. നന്നായി ഒന്ന് തിളക്കട്ടെ. നമ്മുടെ കറി തിളച്ചു ആയിട്ടാ. ഞാൻ താളിച്ചൊഴിക്കുക. നല്ല, ഈ പുളിങ്കറിൻ്റെ പേരാണ് വെട്ട് പുളിങ്കറി. എല്ലാം ബാക്കി വന്ന കഷ്ണം കൊണ്ട് ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക്, 5-6 ചെറിയുള്ളി, 2 വറ്റൽമുളക്, കടുവേപ്പില, കറിവേപ്പില. ആദ്യമായിട്ടാ കടുക് പടപട കൂട്ടണല്ലേ.
ഇവിടെ കണ്ണൊക്കെ പൊട്ടിപ്പോട്ടെ. ഒരു നുള്ളു മുളക് പൊടി കേട്ടോ, ഒരു നുള്ളു മുളക് പൊടി കളറിനാണ്. മണം നല്ല കുറിയ പുളിങ്കറി കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. നല്ല മണം. ഒരു പപ്പടം ഉണക്കമീനുണ്ടെങ്കിൽ പനി മാറി, തലവേദന മാറിയിട്ടില്ല. അപ്പോൾ ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ട് വരും. ഹെൽമെറ്റ് ആയുർവേദം കാണിക്കില്ല സാർ. ചെരുപ്പ് എടുത്തു ഇതുവരെ നല്ല കുട്ടി വേണ്ട തുറന്ന് ആദ്യം ഇത് വരെ അതിട്. നല്ല ചെരുപ്പ് ഉള്ളിൽ എടുത്ത് വെച്ചിരിക്കുക. മറന്നു പോയതാണ്ട്. വയ്യാതെ നമുക്ക് പോയി പോയി പോയിട്ട് വരാട്ടോ. ഇത് ഞങ്ങൾ ആശുപത്രിയൊക്കെ പോയി ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരം കാണാൻ പോവുകയാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ട് കണ്ടോ, ഒരുപാട് ഭംഗിയുണ്ട് അവിടെ കാണാൻ. ഇതാണ് ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരം, അടിപൊളിയാക്കുന്നുണ്ട്. നല്ല പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിറയെ ആളുകളുണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ട്. പുരാവസ്തുവൊക്കെ നിറയെ പുരാവസ്തു അതിൻ്റെ ഉള്ളിലുണ്ട്. വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയില്ല നമുക്ക്. ഇത് തൃശ്ശൂരാണ് കേട്ടോ. ഇതാണ് ശക്തൻ തമ്പുരാൻ. നല്ല രസമുണ്ട്. പല്ലക്ക്. ഇത് കട്ടില് ശക്തൻ തമ്പുരാൻ്റെ. ഇത് താളിയോല. പിന്നെ പെട്ടി. നല്ല രസമുണ്ട്. പിന്നെ ഇത് പഴയ ലിപിയാണ് കേട്ടോ. എത്രയോ വർഷങ്ങൾ, 10, 300, 400 വർഷങ്ങളുള്ള ലിപിയാണ്. ആ ലിപിൻ്റെ മലയാളമാണിത്. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒറ്റക്കല്ലിൽ കുറേ കൊത്തിവെച്ചിട്ടുണ്ട്. തന്നെ കുറേ ശില്പങ്ങൾ, കലാരൂപങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നേരിട്ട് കാണാൻ ഇതിൽ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല. ഇത് കോയിന്, പണ്ടത്തെ പൈസ. ഇത് വെളിയിൽ വന്നിട്ട് നമ്മൾ വീഡിയോസ് എടുത്താണ്. നല്ല ഭംഗിയുണ്ട്. ഉള്ളിലൊന്നും വീഡിയോസ് എടുക്കാൻ അനുവദിക്കില്ല. ഫോട്ടോസ് എടുക്കാം. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്താണ് നമ്മൾ. നല്ല രസമുണ്ട് കാണാൻ. ഉച്ചയായിട്ടത് 12:00 നല്ല വെയിലാണ്. അവിടെ കാല് കടന്നിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. കുറേ കാണാൻ എൻ്റെ എല്ലാം ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. കുറേ മരമൊക്കെ ഉണ്ട്. അതെ, ഒരുപാട് പേരുണ്ട്. വലിയ കൊട്ടാരം കാണാനുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും കാണാത്തവർ കാണണം. തൃശ്ശൂർ കണ്ടോ, ഇവിടെ ഇതൊരു സത്യം ഇതുണ്ടോ, ഇത് പ്രത്യേകതരം മരമാണിത്. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ട്രീയെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. അതേപോലത്തെ നല്ല രസമുണ്ട് അടുത്ത് വന്ന് കാണുമ്പോൾ. നമ്മുടെ ചോറിനാണ് കേട്ടോ. ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി കറങ്ങി ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരമൊക്കെ കണ്ട് ചായയും കുടിച്ചിട്ട് വന്നു. ചായ കുടിച്ചു. ഞാൻ സോഡ കുടിച്ചു. അപ്പോൾ ഈ പുളിങ്കറി വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. പിന്നെ മുട്ട വറുത്തതും വിശന്നിട്ട് കണ്ണു കാണുമല്ലോ. സൂപ്പർ ടേസ്റ്റാണ് ഈ പുളിങ്കറി. എനിക്ക് ചോറ് വേണ്ട. ചായ കുടിച്ചിട്ട് വയറ് നിറഞ്ഞു ഉണ്ണിക്ക്. ബസ്സും കൂടി മാറ്റി വെച്ചില്ല. വിശന്നിട്ട് കണ്ണു കാണുമല്ലോ. കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ. ബൈ ബൈ, സീ യു. വയ്യാണ്ടായി.